കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നത് സംബന്ധിച്ച് ചില അധിക തീരുമാനങ്ങൾ, ചില ആദ്യഘട്ടത്തിലെ നടപടികൾ കോർപ്പറേഷൻ പ്രഖ്യാപിച്ചിരുന്നു. കുറച്ച് കൂടുതൽ നടപടികളിലേക്ക് പോവുകയാണ്. മേയർ ഒ സദാശിവം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്ത് പുതിയ തീരുമാനങ്ങളിലേക്കാണ് എത്തുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ അപകടം ഉണ്ടായതിനെ തുടർന്ന് സ്വീകരിച്ച നടപടി എന്ന് പറയുന്നത്, ഈ നിലവിൽ ഉള്ള ഇത്തരം കെട്ടിടങ്ങൾ, കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ പരിശോധിച്ച് ഉടനെ അത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി എഞ്ചിനീയറിംഗിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കുക എന്നാണ് കാണുന്നത്. രണ്ടാമത്തത്, ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മുഖേനയൊക്കെ വന്നിട്ടുള്ളൊരു കാര്യം, കെട്ടിടത്തിൻ്റെ അപാകതകൾ പരിഹരിക്കുന്നതിൽ യഥാസമയം പരിശോധനയിൽ കുറവുണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെടുത്ത നടപടികൾ, ഇതെല്ലാം കുറേ കൂടി നല്ലതുപോലെ വ്യക്തതയാവുന്ന വിധത്തിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കൗൺസിൽ എന്നുള്ള എനിക്ക് തീരുമാനിക്കാൻ പോവുകയാണ്. ഇന്നിപ്പം ഞങ്ങൾ ചേർന്ന യോഗത്തിൻ്റെ അകത്തും അങ്ങനെയാണ് ആലോചിച്ചത്. സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആ കാര്യത്തിൽ വന്നുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ ആ അപാകതകൾ കണ്ടെത്താനും തുടർന്ന് കാര്യങ്ങൾ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആവശ്യമായ ഒരു അന്വേഷണം അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ തദ്ദേശ വകുപ്പിനെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ചില ആരോപണങ്ങൾ വന്നിരിക്കുന്നല്ലോ. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് അത് സർക്കാർ LSGD വകുപ്പിൻ്റെ ഏത് ഏജൻസിയാണോ അന്വേഷിക്കേണ്ടത് സർക്കാർ തീരുമാനിക്കട്ടെ. ആ അന്വേഷണത്തിന് വേണ്ടി തീരുമാനിച്ചു. അന്വേഷണം വന്നാൽ അനുസരിച്ചുള്ള നടപടിയിലേക്ക് കുറ്റക്കാരുണ്ടെങ്കിൽ അതെ. അപ്പോൾ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രം തുടർ നടപടിയിലേക്ക് പോകണം എന്നാണ് വിളിച്ചത്. ഈ കുടുംബത്തിന് നൽകിയ നഷ്ടപരിഹാരം വളരെ നിസ്സാരമാണ്, അല്ലെങ്കിൽ തുച്ഛമാണെന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നുണ്ടോ? അതിൽ ഈ കുടുംബത്തിന് മേയർ ഫണ്ടിൽ നിന്ന് അടിയന്തര ധനസഹായം അനുവദിച്ചതാണ്. അത് 1 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 50,000 രൂപ പരിക്ക് പറ്റി. അത് അടിയന്തര സഹായം എന്നുള്ളതായിരിക്കാം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ആ കുടുംബത്തെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി സർക്കാരിലേക്ക് കൂടുതൽ ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷ തീർച്ചയായും കൗൺസിലിൽ തന്നെ കൊടുക്കും. നാളെ ചേരുന്ന കൗൺസിലിൻ്റെ അകത്ത് അങ്ങനെ ഒരു അഭ്യർത്ഥന സർക്കാരിലേക്ക് നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ചേർന്ന യോഗത്തിൻ്റെ അകത്ത് നമ്മൾ എല്ലാ കക്ഷികളുടെയും നേതാക്കളുമായിട്ട് കൂടി ആലോചിച്ച് നിർദ്ദേശം വെക്കുകയും അത്തരം നിർദ്ദേശത്തിനോട് പൊതുവായ യോജിപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ആ കുടുംബത്തിലെ ആശ്രിതർക്ക് ഒരാൾക്ക് ജോലി കൊടുക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ സർക്കാരിലേക്ക് അതിനനുസരിച്ച് അവരുടെ സർക്കാരിൻ്റെ അംഗീകാരം വേണം. അംഗീകാരത്തിന് വിധേയമായി മാത്രമേ ചെയ്യാൻ കഴിയൂ. ആ വിധത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ആ കെട്ടിടത്തിൽ നമ്മൾ നോട്ടീസ് പതിപ്പിച്ചിട്ടുണ്ട്. അത് ചില ആൾക്കാർ കീറിക്കളയൊക്കെ ചെയ്തിട്ടുണ്ട് ചില. അപ്പോൾ അത് സംബന്ധിച്ച് എന്താണ് സർക്കാർ കോർപ്പറേഷൻ തീരുമാനം? ഈ അവിടെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമോ ആ കെട്ടിടത്തിൽ? ഇല്ല, നിലവിൽ ആ കെട്ടിടത്തിൻ്റെ അകത്തുള്ള എല്ലാ കച്ചവടക്കാർക്കും ഒഴിഞ്ഞു പോകുന്നതിന് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് നേരിട്ട് കൈപ്പറ്റാത്തത് കൊണ്ട് ആ നോട്ടീസ് ആ കടയുടെ മുന്നിൽ പതിച്ചു. ആ പതിച്ച നോട്ടീസ് കീറിക്കളഞ്ഞതായി ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ല. നോട്ടീസ് പതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ കച്ചവടം ചെയ്യുന്ന ഒരാൾക്കും ഇനി അതിൻ്റെ അകത്ത് കച്ചവടം ചെയ്യാനുള്ള അനുമതി കൊടുക്കില്ല കോർപ്പറേഷൻ. നിയമപരമായി തന്നെ അത് പൂർണ്ണമായി ഒഴിവാക്കിയെടുക്കും. 16ഓളം കെട്ടിടങ്ങളാണ് ഈ അർത്ഥത്തിൽ പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ആ സംബന്ധിച്ചുള്ള അതിൽ ഏതൊക്കെയാണ് ദുർബലമാണെന്നുള്ള പരിശോധന നടത്തുമോ? എന്താണ് അതിൻ്റെ ഈ ബാക്കി പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ച കെട്ടിടങ്ങളുടെ പരിശോധന പൂർണ്ണമായി ഇപ്പം സമീപ ദിവസങ്ങൾക്ക് നടത്തി കഴിയും. എഞ്ചിനീയറിംഗ് വിങ് അങ്ങനെ ഒരു പരിശോധന നടത്തി ബലക്ഷയമുള്ളെന്ന് കണ്ടെത്തിയ കെട്ടിടങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി തീർച്ചയായും തുടർ നടപടികൾ അതിൻ്റെ ഭാഗമായി സ്വീകരിക്കും. ഒരാളുടെ ജീവന് പോലും അപകടം വരാൻ ഇടയാവാത്ത വിധത്തിലുള്ള നിലപാടുകളായിരിക്കും അക്കാര്യത്തിൽ ഉണ്ടാവുക. അപ്പോൾ അപകടം വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും കെട്ടിടങ്ങളുണ്ടോ അത് തീർച്ചയായും അവിടെ നിന്ന് കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. തീർച്ചയായും കെട്ടിടം പൊളിച്ചു മാറ്റാൻ ആവശ്യമായ കാര്യം ചെയ്യും. തീർച്ചയായും വലിയങ്ങാടി അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ നടപടികളിലേക്ക് കോർപ്പറേഷൻ നീങ്ങുകയാണ്. വലിയ പരിശോധനകളിലേക്ക് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ മരണപ്പെട്ട കുടുംബങ്ങളിൽ ഒരാളിന് ജോലി നൽകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു നിർദ്ദേശങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കുമാണ് മുന്നോട്ട് പോകുന്നത്. ഷിബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.